2024 തിരഞ്ഞെടുപ്പുകളെല്ലാം തന്നെ ഒരു പരിധിവരെ അവസാനിച്ച് കഴിഞ്ഞിരിക്കുന്നു എന്ന് തന്നെ പറയാം. ഇനി ആകെയുള്ളത് രാജ്യസഭാ സീറ്റിലേക്കുള്ള തിരഞ്ഞെടുപ്പ് മാത്രമാണ്. അത് കഴിഞ്ഞ് ഈ 2025 ആകുമ്പോഴത്തേക്കും തുടക്കത്തിൽ തന്നെ വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പാണ് ഡൽഹിയിലെ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ആ തിരഞ്ഞെടുപ്പിൽ ശരിക്കും പറഞ്ഞാൽ ഇത്തവണ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? നമുക്കറിയാം, നിലവിൽ അവിടെ AAP സർക്കാർ തന്നെയാണ് സ്ട്രോങ് ആയിട്ട് ഉള്ളത്. പക്ഷേ വളരെ വലിയ തോതിലുള്ള പ്രതിസന്ധി ഘട്ടത്തിൽ തന്നെയാണ് AAP ഇപ്പോൾ ഡൽഹിയിൽ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നതും ഒരു യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് എടുത്ത് നോക്കുകയാണെങ്കിൽ അവിടെ BJP തൂത്തുവാരുകയായിരുന്നു എന്നുള്ളതും ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. 7 സീറ്റുകളും BJP സ്വന്തമാക്കുകയും ഒരു സീറ്റ് പോലും AAPക്ക് കിട്ടാതെയാവുന്ന ഒരു സിറ്റുവേഷൻ അവിടെ ഉണ്ടായിരുന്നു. അത് ഇനിയിപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോഴത്തേക്കും എന്തായിരിക്കും അവിടെ സംഭവിക്കാൻ പോകുന്നത്? AAPയുടെ ഭരണ തുടർച്ച അവിടെ ഉണ്ടാകുമോ, അതോ ഒരു അട്ടിമറി ഉണ്ടാകുമോ? BJPക്ക് വളരെ വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുമോ? കോൺഗ്രസിന് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ചലനമെങ്കിലും അവിടെ ഉണ്ടാക്കാൻ സാധിക്കുമോ എന്നൊക്കെയാണ് ചോദ്യമെന്ന് പറയുന്നത്. അപ്പോൾ നിലവിൽ ചില ദേശീയ മാധ്യമങ്ങളിൽ വന്നിട്ടുള്ള സർവേ റിസൾട്ട് എന്ന് പറയുമ്പോഴത്തേക്കും അഭിപ്രായ വോട്ടെടുപ്പ് നടത്തിയപ്പോൾ വന്ന ആ ഒരു സർവേ റിസൾട്ട്, അതായത് ഡൽഹി അസംബ്ലി തിരഞ്ഞെടുപ്പ് അഭിപ്രായ വോട്ടെടുപ്പ് BJPക്കും ആം ആദ്മി പാർട്ടിക്കും കോൺഗ്രസിനും ദേശീയ തലസ്ഥാനമായ ഡൽഹി കടുത്ത പോരാട്ടക്കളമാണെന്ന കാര്യത്തിൽ സംശയമില്ല. 2015 മുതൽ ആം ആദ്മി പാർട്ടിയാണ് ദേശീയ തലസ്ഥാനം ഭരിക്കുന്നത്. കേന്ദ്രഭരണ പ്രദേശത്ത് നിന്ന് AAP കോൺഗ്രസിനെ പുറത്താക്കി. അതിനുശേഷം കഴിഞ്ഞ 2 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും ഒരു സീറ്റും നേടാനാകാതെ കോൺഗ്രസ് തകർച്ചയിൽ തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല. 2020 തെരഞ്ഞെടുപ്പിൽ 70 സീറ്റുകളിൽ 8 മാത്രമായിരുന്നു BJPക്ക് അവിടെ നേടാനായത്. ഇപ്പോൾ ICPLന്റെ സഹകരണത്തോടെ സി ന്യൂസ് ഇപ്പോൾ ഒരു 3 മാസത്തോളമായി ഈ ഒരു സർവേ എടുത്തിട്ട് ആ ഒരു ഘട്ടത്തിൽ നടന്ന ഈ ഒരു സർവേ റിസൾട്ടിൽ ആ ടൈമിൽ തിരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിൽ വോട്ടർമാർ ഇഷ്ടപ്പെടുന്ന പ്രധാന പ്രവണതകൾ വെളിപ്പെടുത്തിക്കൊണ്ടുള്ള ഈ ഒരു സർവേയിൽ വോട്ടർമാരോട് അവരുടെ തിരഞ്ഞെടുപ്പ് പ്രശ്നങ്ങളെക്കുറിച്ച് ചോദിച്ചപ്പോൾ 30% ആളുകൾ മദ്യം, കുംഭകോണം ഒരു തിരഞ്ഞെടുപ്പ് വിഷയമാകുമെന്ന് പറഞ്ഞിരിക്കുന്നു. 20% പേർ ജലക്ഷാമവും, 15% പേർ തൊഴിലില്ലായ്മയും, 15% പേർ ട്രാഫിക്കും, 10% ആളുകൾ വൈദ്യുതിയും തിരഞ്ഞെടുപ്പ് വിഷയമാകുമെന്ന് പറഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം നിയമസഭാ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമോ എന്ന ചോദ്യത്തിന് 50% പേർ അനുകൂലമായി പ്രതികരിച്ചപ്പോൾ 45% പേർ ബാധിക്കില്ലെന്ന് പറഞ്ഞു. അതേസമയം മദ്യ അഴിമതിയുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി കേജ്രിവാളിനെയും മറ്റ് AAP നേതാക്കളെയും അറസ്റ്റ് ചെയ്തത് തെറ്റാണെന്ന് 55% പേർ അഭിപ്രായപ്പെട്ടപ്പോൾ 35% പേർ അറസ്റ്റിനെ ന്യായീകരിച്ചു. കേജ്രിവാളിന്റെ അറസ്റ്റ് AAPക്ക് ഗുണം ചെയ്യുമോ എന്ന ചോദ്യത്തിന് 15% പേർ അതെ എന്ന് പറഞ്ഞപ്പോൾ 65% ആളുകൾ നിഷേധാത്മകമായാണ് പ്രതികരിച്ചത്. ഡൽഹി പോലീസിന്റെ നിയന്ത്രണം AAP സർക്കാരും കേന്ദ്ര സർക്കാരും തമ്മിലുള്ള തർക്കത്തിന്റെ വിഷയമാണ്. പോലീസിന്റെ പൂർണ്ണ നിയന്ത്രണമാണ് ഡൽഹി സർക്കാർ ആഗ്രഹിക്കുന്നത്. ഡൽഹിക്കാരോട് ഇതേക്കുറിച്ച് ചോദിച്ചപ്പോൾ 35% പേർ ഡൽഹി പോലീസ് ഡൽഹി സർക്കാരിന്റെ കീഴിലായിരിക്കണമെന്ന് അഭിപ്രായപ്പെട്ടപ്പോൾ 55% പേർ കേന്ദ്ര സർക്കാരിന് കീഴിൽ തുടരണമെന്ന് പറഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ ഡൽഹി ഒരു കേന്ദ്രഭരണ പ്രദേശമാണ്. ആം ആദ്മി പാർട്ടി നഗരത്തിന് സമ്പൂർണ്ണ സംസ്ഥാന പദവി ആവശ്യപ്പെടുന്നുണ്ട്. ഡൽഹിയിലെ ജനങ്ങളോട് ഇതേക്കുറിച്ച് ചോദിച്ചപ്പോൾ 67% പേർ ഡൽഹിക്ക് പൂർണ്ണ സംസ്ഥാന പദവി നൽകണമെന്ന് പറഞ്ഞപ്പോൾ 25% പേർ അത് കേന്ദ്രഭരണ പ്രദേശമായി തുടരണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഡൽഹിക്ക് സമ്പൂർണ്ണ സംസ്ഥാന പദവി നൽകുമെന്ന് BJP വാഗ്ദാനം ചെയ്തിരുന്നുവെങ്കിലും തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടതിന് പിന്നാലെ വിഷയത്തിൽ മൗനം പാലിക്കുകയായിരുന്നു. ഡൽഹിയിലെ പ്രശ്നങ്ങൾക്ക് LGVK സക്സേന ഉത്തരവാദിയാണെന്ന് 54% പേർ അഭിപ്രായപ്പെട്ടപ്പോൾ 46% പേർ അരവിന്ദ് കെജ്രിവാൾ ആണ് ഉത്തരവാദി എന്ന് പറഞ്ഞിരിക്കുകയാണ്. കൂടാതെ LG സക്സേനയും മുഖ്യമന്ത്രി കെജ്രിവാളും തമ്മിലുള്ള തർക്കം ഡൽഹിയുടെ വികസനത്തിന് തടസ്സമായെന്ന് 65% ആളുകളും അഭിപ്രായപ്പെട്ടിരിക്കുന്നു. ജലപ്രതിസന്ധി, ആരോഗ്യം, വിദ്യാഭ്യാസം. ഡൽഹിയിലെ ആരോഗ്യ വിദ്യാഭ്യാസ വിഷയങ്ങളിൽ 50% പേർ കെജ്രിവാൾ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ മാതൃകാപരമാണെന്ന് അഭിപ്രായപ്പെട്ടപ്പോൾ 35% പേർ ഇത് തൃപ്തകരമാണെന്ന് അഭിപ്രായപ്പെട്ടു. 12% പേർ മാത്രമാണ് മോശമെന്ന് വിശേഷിപ്പിച്ചത്. ജലപ്രശ്നത്തോട് പ്രതികരിച്ചവരിൽ 50% പേർ ഡൽഹി സർക്കാരിൻ്റെ പ്രവർത്തനം നല്ലതാണെന്ന് അഭിപ്രായപ്പെട്ടപ്പോൾ 40% പേർ മോശമാണെന്ന് അഭിപ്രായപ്പെട്ടിരിക്കുന്നു. അതുപോലെ തന്നെ ഡൽഹി മുഖ്യമന്ത്രി എന്ന നിലയിൽ അരവിന്ദ് കെജ്രിവാളിൻ്റെ പ്രകടനത്തെക്കുറിച്ച് 10 ലക്ഷം ആളുകളോട് ചോദിച്ചപ്പോൾ 40% പേർ അദ്ദേഹത്തിൻ്റെ പ്രകടനം വളരെ മികച്ചതാണെന്നും 35% പേർ അത് നല്ലതാണെന്നും 20% പേർ മോശമാണെന്നും അഭിപ്രായപ്പെട്ടിരിക്കുന്നു. കെജ്രിവാളും മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള മുൻനിര സ്ഥാനാർത്ഥിയായി ഉയർന്നു. 60% ആളുകൾ അദ്ദേഹത്തിന് വോട്ട് ചെയ്തു. അതേസമയം 10% പേർ മാത്രം മനോജ് തിവാരിയെ മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പായി തിരഞ്ഞെടുത്തു. ഇന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നാൽ 62% പേർ ആം ആദ്മി പാർട്ടി സർക്കാർ രൂപീകരിക്കുമെന്ന് അഭിപ്രായപ്പെട്ടപ്പോൾ 38% പേർ BJP
സർക്കാർ രൂപീകരിക്കുമെന്ന് അഭിപ്രായ സർവേയിൽ പറയുന്നു. സീറ്റ് വിഹിതത്തെ സംബന്ധിച്ചിടത്തോളം AAP 50 മുതൽ 60 സീറ്റുകൾ നേടിയേക്കാമെന്നും BJP 10 മുതൽ 20 സീറ്റുകൾ നേടിയേക്കാമെന്നും കോൺഗ്രസിന് 0 മുതൽ 5 സീറ്റുകൾ വരെ ലഭിച്ചേക്കാം എന്നുമാണ് ഈ ഒരു കണക്ക് വ്യക്തമാക്കുന്നത്. ഇതൊരു അഭിപ്രായ സർവേ റിസൾട്ട് മാത്രമാണ്. എന്താണ് റിയലായിട്ട് അവിടുത്തെ ഗ്രൗണ്ട് ലെവൽ സംഭവിക്കുന്നതെന്നും അതോടൊപ്പം തന്നെ എന്തായിരിക്കും അന്തിമ ബലം എന്നുള്ളതും കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ്. നിലവിലത്തെ സാഹചര്യത്തിൽ, അതായത് തെരഞ്ഞെടുപ്പ് അടുത്തു വന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ അവിടെ എന്തെല്ലാം തരം അട്ടിമറികളാണ് നടക്കുന്നതെന്നും അവിടുത്തെ നിലവിലത്തെ സർക്കാരായുള്ള AAPക്ക് പ്രതികൂലമായിട്ടുള്ള ഘടകങ്ങളും അതോടൊപ്പം തന്നെ BJPക്ക് അനുകൂലമായിട്ടുള്ള ഘടകങ്ങളും ഇവിടെ വർദ്ധിച്ചിട്ടുണ്ടോ, അതിൽ കോൺഗ്രസിന് എന്തെങ്കിലും തരത്തിലുമുള്ള ഒരു നേട്ടമുണ്ടാക്കാൻ സാധിക്കുമോ എന്നൊക്കെ കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ്.